കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ തമിഴ് ഭക്തർ ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് ചോതി തിരുവിഴ. കർക്കടക മാസത്തിലെ ചോതി നക്ഷത്രത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. സുന്ദരമൂർത്തി സ്വാമികളുടെയും ചേരമാൻ പെരുമാളിൻ്റെയും കൈലാസയാത്രയുടെ ഓർമ്മയ്ക്കായാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ശിവഭക്തരും ഉറ്റ ചങ്ങാതിമാരുമായ ചേരമാൻ പെരുമാളും 63 നായനാർമാരിലെ സുന്ദരമൂർത്തി നായനാരും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഉടലോടെ കൈലാസം പോകിയെന്നാണ് വിശ്വാസം. ഇതിൻ്റെ ഓർമ്മ നിലനിർത്താനാണ് തമിഴ് ഭക്തർ ഗുരുപൂജ ഉത്സവത്തിന് എത്തുന്നത്. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ചേരമാൻ പെരുമാളിനും സുന്ദരമൂർത്തി നായനാർക്കും നിത്യപൂജയുണ്ട്. തമിഴകത്തെ പ്രസിദ്ധ ശൈവ സന്യാസിയായ സുന്ദരമൂർത്തി നായനാരെ ദർശിക്കാൻ ചേരമണ്ഡലത്തിലെ ശിവഭക്തനായ ചേരമാൻ പെരുമാൾ നായനാർ അതിയായി ആഗ്രഹിച്ചതിനൊടുവിൽ ഭരണമെല്ലാം മന്ത്രിമാരെ ഏൽപ്പിച്ച് അദ്ദേഹം സുന്ദരമൂർത്തി നായനാരുടെ സ്വദേശമായ ചോഴ രാജ്യത്തെ തിരുവാരൂരിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹം സുന്ദരമൂർത്തി നായനാരെ കണ്ടുമുട്ടുകയും അവർ ഉറ്റ സുഹൃത്തുക്കളായി തീരുകയും ചെയ്തു. ഈ കണ്ടുമുട്ടലിനെക്കുറിച്ചും തുടർന്നുള്ള സ്വർഗാരോഹണത്തെക്കുറിച്ചും ഐതിഹ്യ കഥകളുടെ നിരവധി ഭാഷ്യങ്ങളുണ്ട്. ശിവന് തന്നെക്കാൾ പ്രിയപ്പെട്ട തന്നെക്കാൾ വലിയ ശിവഭക്തനായ സുന്ദരമൂർത്തിയെ കാണാനാണ് പെരുമാൾ എത്തിയതത്രേ. ചേരമാൻ പെരുമാളിൻ്റെ അഭ്യർത്ഥന പ്രകാരം സുന്ദരമൂർത്തി നായനാർ കൊടുങ്ങല്ലൂരിൽ വന്ന് അഞ്ചൈക്കുളത്തപ്പനെ ദർശിച്ചു. അതിനുശേഷം ചേരമാൻ പെരുമാളിൻ്റെ അതിഥിയായി ചേരരാജ്യത്തിൽ താമസിച്ചു. കൊടുങ്ങല്ലൂരിൽ വെച്ച് ശിവൻ്റെ അഭീഷ്ടപ്രകാരം തൻ്റെ ജീവിതം വെടിഞ്ഞ് വെള്ളാനപ്പുറത്തേറി സുന്ദരമൂർത്തി നായനാർ കൈലാസഗമനം ചെയ്തു. അദ്ദേഹത്തെ വെടിഞ്ഞുള്ള ജീവിതം ചേരമാന് കഴിയാത്തതിനാലും എന്നും എവിടെയും ചേരമാൻ തൻ്റെ കൂടെ ഉണ്ടാവുമെന്ന സുന്ദരമൂർത്തിയുടെ വാക്കിനാലും സുന്ദരരെ അകമ്പടി സേവിച്ച് ചേരമാൻ പെരുമാൾ നായനാരും ശിവപദം പ്രാപിക്കാൻ യാത്രയായി. അശ്വാരൂഢനായ ചേരമാൻ പെരുമാൾ തൻ്റെ വെള്ളക്കുതിരമേൽ ആകാശമാർഗം സുന്ദരർക്കൊപ്പം കൈലാസത്തിലെത്തിച്ചേർന്നു. പോകും വഴിയിൽ അവർ ഗീതകങ്ങൾ എഴുതി ഭൂമിയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. ഇതാണ് പെരിയ പുരാണത്തിലെ കഥയുടെ രത്നച്ചുരുക്കം. തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരും പൂജാരികളും കർക്കിടകത്തിലെ ചിത്തിര ദിവസം തിരുവഞ്ചിക്കുളത്ത് നിന്ന് സുന്ദരമൂർത്തി നായനാരുടെയും ആദിമ കേരള ചക്രവർത്തിയായ ചേരമാൻ പെരുമാളിൻ്റെയും വിഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും പനിനീർ, ചന്ദനം, ഭസ്മം, പഞ്ചാമൃതം, പാൽ, തൈര്, ഇളനീർ, പഴവർഗ്ഗങ്ങൾ എന്നിവ കൊണ്ടുള്ള അഭിഷേകവും ഭക്തിസാന്ദ്രമായി നടത്തപ്പെടുന്നു. തേവാര ഗീതങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നൂറുകണക്കിന് തമിഴ് ഭക്തർ പങ്കെടുക്കുന്ന ചടങ്ങാണിത്. ഭക്തിക്ക് ഊന്നൽ നൽകിയ അതിശയോക്തി കലർന്ന ഐതിഹ്യ കഥയെങ്കിലും പെരിയ പുരാണത്തിലും ഉത്സവത്തിലും ചരിത്ര പശ്ചാത്തലം അടങ്ങിയിരിക്കുന്നു. കൈലാസമടഞ്ഞ ചേരനെന്ന് മക്കൻസി മാനുസ്ക്രിപ്റ്റിലും ഉടലോടെ സ്വർഗത്തുപോയ ചേരമാൻ പെരുമാൾ നായനാർ എന്ന വേട്ടുവ ശൈവ ഐതിഹ്യങ്ങളിലും ശ്രീകണ്ഠൻ അഥവാ രാജവർമ്മൻ എന്ന മൂഷിക വംശകാവ്യത്തിലും രാജശേഖരൻ എന്ന താഴമൺ ഇല്ലച്ചപ്പേടിലും മാവൺകോ എന്ന സംഘകാവ്യങ്ങളിലും ഏഴിക്കൊമ്പൻ പെരുമാൾ എന്ന കേരളോൽപ്പത്തിയിലും വിശേഷിപ്പിക്കുന്ന മരുതം പാടിയ ഇളം കടുങ്കോ എന്ന നാമമുള്ള കേരളം ഭരിച്ച ശൈവനായ രാജാവായിരുന്നു ചേരമാൻ പെരുമാൾ നായനാർ. 8-ാം നൂറ്റാണ്ടാണ് കാലഘട്ടമെന്ന് പറയാം. രാജധാനി വഞ്ചി നഗരം. 63 നായനാർമാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് പെരിയ പുരാണം എന്ന ഗ്രന്ഥം ചേക്കിഴാർ സ്വാമികൾ എഴുതുന്നത് 12-ാം നൂറ്റാണ്ടിലാണ്. പെരിയ പുരാണപ്രകാരം ചേരമാൻ പെരുമാളെ കാണാൻ സുന്ദരമൂർത്തി നായനാർ വരുന്നത് കൊടുങ്കോളൂരിലേക്കാണ്. അവിടെ നിന്നുമാണ് തിരുവഞ്ചൈക്കുളത്തപ്പൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത്. 12-ാം നൂറ്റാണ്ടിന് മുമ്പേ എഴുതപ്പെട്ട വിവിധ കൃതികളിൽ നിന്നുമാണ് ചേക്കിഴാർ സ്വാമികൾ പെരിയ പുരാണം എന്ന ഒറ്റ കൃതി സംയോജിപ്പിച്ചെടുത്ത് ശൈവമത ഗ്രന്ഥമാക്കുന്നത്. പൂജയ്ക്കും അഭിഷേകങ്ങൾക്കു ശേഷം അലങ്കരിച്ച വിഗ്രഹങ്ങളുമായി ചിത്തിരരാത്രിയിൽ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നടക്കും. മരം കൊണ്ടുണ്ടാക്കിയ അലങ്കരിച്ച വെള്ളാനപ്പുറത്ത് സുന്ദരമൂർത്തി വിഗ്രഹവും വെള്ളക്കുതിരപ്പുറത്ത് ചേരമാൻ പെരുമാളിൻ്റെ വിഗ്രഹവും ഇരുത്തി വാദ്യമേളങ്ങളോടെയാണ് തിടമ്പ് ഘോഷയാത്ര. പെരിയ പുരാണത്തിൽ പറയുന്ന അഞ്ചൈക്കളം, കൊടുങ്കോളൂർ എന്ന 2 സ്ഥലങ്ങളും വഞ്ചി നഗരത്തിൽപ്പെടുന്നു. ചരിത്രകഥകളിൽ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയെന്ന് പറയുന്ന ചേരമാൻ പെരുമാൾ വേറെ വ്യക്തിയും ചേര വംശാവലിയിലെ അവസാന ആളുമാണ്.
കോയമ്പത്തൂർ ആസ്ഥാനമായ കോവെ ശേക്കിലാർ തിരുക്കൂട്ടം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഉത്സവം നടത്തുന്നത്. തിരുവഞ്ചിക്കുളത്ത് പടിഞ്ഞാറേ ഗോപുരത്തിന് പുറത്തു വെച്ച് രണ്ടുപേർക്കും ആരതിയൊഴിയലും പൂജയുമെല്ലാം വാദ്യഘോഷങ്ങളുടെയും പതികങ്ങളുടെയും അകമ്പടിയോടെ ചെയ്തതിന് ശേഷം സുന്ദരമൂർത്തി മുന്നിലായി ഗോപുരം കടന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. പിന്നിലായി ചേരമൻ പെരുമാളും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. പിന്നീട് ഇരുവരെയും ഊട്ടുപുരയിൽ ഇറക്കി എഴുന്നള്ളിച്ച് ഭക്തർ ഭജന പാടുന്നു. ആടിമാസത്തിലെ ചോദ്യനാളിൽ ഒരു രാത്രി കൊടുങ്ങല്ലൂർ നഗരം മുഴുവൻ തമിഴ്നാടാകുന്ന കാഴ്ചയാണിത്. പിറ്റേന്ന് പൂജയും അഭിഷേകവുമൊക്കെ ഉണ്ട്. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനുള്ളിൽ സുന്ദരമൂർത്തി നായനാരുടെയും ചേരമാൻ പെരുമാൾ നായനാരുടെയും പ്രതിഷ്ഠാസ്ഥാനമുണ്ട്. അവിടെയാണ് ഈ തിടമ്പുകൾ സൂക്ഷിക്കുക. പെരിയ പുരാണത്തിൽ പറയുന്ന കൈലാസയാത്രയുടെ അതേ മാതൃകയിലാണ് ഇവിടെ രംഗങ്ങൾ പുനരാവിഷ്കരിക്കുന്നത്. ഈ ഉത്സവത്തിന് മലയാളി സാന്നിധ്യം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തമിഴ് ശൈലിയിലുള്ളതും വാദ്യക്കാരെല്ലാം തമിഴരുമാണ്. വാദ്യക്കാരിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്.
കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്ന് തിരുവഞ്ചിക്കുളത്തെത്തുന്ന ശിവഭക്തരുടെ ചോതി തിരുവിഴ എന്ന ആഘോഷം 80 വർഷത്തോളമായി നടക്കുന്ന ഒന്നാണെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ളതാണെങ്കിലും ഇന്നും മലയാളികൾക്കിടയിൽ അധികം അറിയപ്പെടാത്ത ഒന്നാണ്. മലയാള തമിഴ് ചരിത്ര സാംസ്കാരിക സൗഹൃദ കൊടുക്കൽ വാങ്ങലുകളുടെ മറ്റൊരു കാഴ്ചയാണിത്. ചോതി ദിവസത്തിലെ പ്രഭാത പൂജകൾക്ക് ശേഷം വൈകുന്നേരം ഭക്തർ മുനയ്ക്കൽ കടപ്പുറത്തെത്തുന്നു. പാദസ്പർശമേൽക്കാത്ത മണൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നിരവധി ശിവലിംഗങ്ങളിൽ അവർ പൂജ നടത്തുന്നു. പെരിയ പുരാണ ഗീതങ്ങൾ പാടി അവർ നൃത്തം ചെയ്യുന്നു. ഗുരുക്കന്മാരുടെ കൈലാസഗമനം തമിഴ് ശൈലിയിൽ അവർ ആഘോഷമാക്കുന്നു. ആനന്ദ നടനങ്ങൾക്ക് ശേഷം ഭക്തി നിർവൃതിയിൽ അവർ മടക്കയാത്ര തുടരുന്നു. അർച്ചന നടത്തിയ മണൽ പ്രതിഷ്ഠകൾ രാവ് മായുമ്പോഴേക്കും എല്ലാം മായ്ക്കുന്ന കടൽ മായ്ച്ചു കളയുന്നു. അടുത്ത ആടിമാസ ചോതിക്കായി നാടും ക്ഷേത്രവും സമുദ്രവും ആകാശവും കാത്തുകിടക്കുന്നു.